ഹലോ ഫ്രണ്ട്സ്, ദ എപ്പിക് ബാഹുബലി നമ്മൾ ഓൾറെഡി ഒരു ട്രെയിലർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ റിലീസ് ട്രെയിലർ നമ്മൾ ഇന്നലെ വൈകിട്ട് റിലീസായി. അപ്പൊ ഇന്നലെ വൈകിട്ടിനെ വീഡിയോ ഇരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇട്ടതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പൊ അത് ഇന്ന് കണ്ട് റിയാക്ട് ചെയ്ത് ഇടാന്നുള്ള ഒരു രീതിയിലിരുന്നു. കാരണം ട്രെയിലർ 1 ആദ്യം ഇറങ്ങിയ, പിന്നെ 2 ആണ് ഞാൻ റിയാക്ട് ചെയ്തിട്ട്. 1 ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 ഇട്ടവർ എനിക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടിയായിരുന്നു നമുക്ക് വീഡിയോയ്ക്ക്. അപ്പൊ ഇതിന്റെ അപ്പൊ എത്രമാത്രം ബാഹുബലി അല്ല, എത്ര പേര് ഇഷ്ടമാവുന്ന ആ ഇതൊക്കെ ആ വീഡിയോന്റെ വ്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ റിലീസ് ട്രെയിലറോട് കാണാം. അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം, ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണില്ല. ഓക്കെ, 2 മിനിറ്റും 35 സെക്കൻഡും 4K ട്രെയിലർ. 2 ബ്രദേഴ്സ് 1 ത്രോൺ. എന്റെ അമ്മ അയ്യോ, സെറ്റ് ഇട്ടാണ് ഒരു രക്ഷയില്ലാതെ. എന്റെ അമ്മ പുള്ളിയുടെ ഈ വാക്കുണ്ടല്ലോ, എനിക്ക് ഒരു രക്ഷയില്ല. ഞാൻ ആ തിയേറ്ററിൽ ഞാൻ സത്യം പറയണെങ്കിൽ ബാഹുബലി പ്രഭാസിന്റെ ആദ്യത്തെ പടം ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ബാഹുബലി ബിഗിനിങ്. അതിന് മുമ്പ് ഒരു പടം കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പോയി കണ്ട പടമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും പുള്ളിയുടെ ചില സീനുകളൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പിന്നെ പ്രഭാസിന്റെ ചില പടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. പിന്നെ ഛത്രപതി, അങ്ങനെ കുറച്ച് രാജമൗലിയുടെ ഒരു പടമുണ്ട്, അത് കണ്ടു തുടങ്ങി. അത് കണ്ടപ്പോൾ എനിക്ക് എന്റെ മുന്നിൽ എന്ത് കിടിലൻ പടം അതൊക്കെ ഞാൻ കാണാണ്ട് പോയി വെച്ചിട്ടായിരിക്കും. പിന്നെ പുള്ളിയുടെ നല്ലൊരു ഫാനായി ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാഹുബലി ഇത് ബിഗിനിങ് ആട്ടോ ഇഷ്ടപ്പെട്ടത്. ബാഹുബലി കൺക്ലൂഷനായിട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട ബിഗിനിങ് ആണ്. ഓ, മലയാളം ഉണ്ട്. ബാഹുബലി കൺക്ലൂഷനിലും ബിഗിനിങ്ങിലും നമ്മുടെ വില്ലിന്റെ ഫേസിന് ചെറിയ മാറ്റമുണ്ട്, ചെറിയൊരു മാറ്റം. അത് ചിലർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ ജിമ്മിലൊക്കെ പോണവർക്ക് പെട്ടെന്ന് പിടിയിട്ട് പോകും. എനിക്ക് ഈ ലുക്ക് അവന്റെ ഇടും. മറ്റേ കുറച്ച് ഫേസ് ഒക്കെ കുറച്ച് തൊട്ടിയ പോലെ ഉണ്ട്, ഫാറ്റ് കുറച്ച്. ഓ, ഇതാണ് വാറ്. ഈ വാറ് എനിക്ക് എന്ത് ഇഷ്ടപ്പെട്ട സീനാണല്ലോ. ഓ, ആ തല വെട്ട സീൻ. ഓ, ഈ സീനാണ് ബാഹുബലി കൺക്ലൂഷനിലേക്ക് എല്ലാവരും എത്തിച്ചത്. നമ്മുടെ ധൈര്യത്തെക്കാൾ ശത്രുക്കളുടെ എണ്ണമാണ് അധികമെന്ന് വിചാരിക്കുന്നത് മരണം. രാജമൗലി സാറിന്റെ ഒരു ബർത്ത്ഡേയുടെ ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതില് ഈ പുള്ളി പറഞ്ഞു കൊടുക്കുന്ന രീതി എന്റെ പൊന്നു രസമായിട്ട് ഒരു നിസാര സെക്കൻഡ് ഉള്ളത് കിട്ടിയ സാധനം. ഈ മ്യൂസിക് ഒക്കെ എന്റെ അമ്മ എന്ത് രസമാണ്. ഈ സീനും സൂപ്പർ സീൻ. അത് ഒരു ആറാണ്. ഓ, ക്ലൈമാക്സ് റേസിന് 2 ഫിലിം 3 മണിക്കൂർ 44 മിനിറ്റ്. 1 എക്സ്പീരിയൻസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഒക്ടോബർ 31 എന്തായാലും റിലീസ് ഡേറ്റ്. അന്ന് തന്നെ നമുക്ക് മാക്സിമം കാണാൻ നോക്കാം. കാരണം ഐമാക്സിൽ കണ്ടിട്ട് കാര്യമായിട്ട് കാണുന്നത്. പക്ഷെ ഐമാക്സിൽ എനിക്ക് ആദ്യം തന്നെ ടിക്കറ്റ് നല്ല റേറ്റ് ആയിരിക്കും. കാരണം ഞാൻ ഡീമൺ സ്ലെയർ കാണാൻ വേണ്ടി പോയ സമയത്ത് ആദ്യത്തെ ദിവസം 1000 രൂപ കൊണ്ട് ഐമാക്സിൽ ടിക്കറ്റ് ആയിരുന്നു സിനിപ്ലസിൽ എറണാകുളത്തിൽ. അത് കഴിഞ്ഞ ശേഷം പടം ഇറങ്ങിയ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് വില വെറും 300 രൂപയായിട്ട് ഉണ്ടായിരുന്നു ടിക്കറ്റിന്. അപ്പൊ അത്രയും വില മാറി അന്ന്. അപ്പൊ ഞാൻ മിക്കവാറും പടം ഇറങ്ങിയിട്ട് 3-4 ദിവസം കണ്ടു മിക്കവാറും കാണണം. കാരണം ആദ്യത്തെ സാധനം ടിക്കറ്റ് നല്ല റേറ്റ് ആയിരിക്കും എന്തായാലും ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും കാണണം, എന്തായാലും എല്ലാവരും കാണണം. കാരണം അത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണില്ല. അപ്പൊ ഇതിന്റെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും